ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ എനിക്ക് ഓരോ എപ്പിസോഡിലും നല്ല കമൻസ് തരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിന് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് കുക്കിങ്ങിന് വല്ലാതെ മടി തോന്നാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കുന്ന എന്തെങ്കിലും റെസിപ്പി കിട്ടിയിരുന്നെങ്കിലെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? 15 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാവുന്ന ഒരു ലഞ്ച് ഡിന്നർ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചെടുത്തത്. ഏത് ഓയിൽ വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല. ഇനി 2 ചെറിയ സവാള, ഇടത്തരം സവാള ഞാൻ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കൂടുതൽ ഉപ്പ് തന്നെ ചേർത്തു. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ആഡ് ചെയ്തു. ഇനി നമുക്ക് 2 ചെറിയ ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇനി പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ആദ്യം ആഡ് ചെയ്തത്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാല 1 ടീസ്പൂണും ചെറിയ ജീരകം 1 ടീസ്പൂൺ. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് പെരുംജീരകം പൊടിച്ചത് ചേർക്കാം. പക്ഷേ ചെറിയ ജീരകമാണ് ഇതിനെ കുറച്ച് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചില്ലി പൗഡർ ആയാലും മതി കേട്ടോ, മുളക് പൊടിയായാലും കുഴപ്പമില്ല. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരേക്ക് മിക്സ് ചെയ്യാം. ഇനി 1/2 കപ്പ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. ആ മസാല എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാനാണ് ഈ വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ 6 മുട്ടയാണ് ഇവിടെ ചേർക്കുന്നത്. അത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ച് എടുക്കണം. ഒരു 4-5 മിനിറ്റ് നമുക്ക് മുട്ട വേകാനായിട്ട് എടുക്കും. അതുവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ബസ്മതി റൈസ് ഒന്ന് വേവിച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ ഒരു 250 ml കപ്പിൽ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വേവിക്കുന്ന പാകത്തിൽ ഒരു 8-10 മിനിറ്റ് മതിയാകും ഇത് വേകാനായിട്ട്. അതിവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് ചെയ്യുന്നതോടുകൂടി ഇവിടുത്തെ ജോലി കഴിഞ്ഞു. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കൂടുതൽ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. അത് നന്നായിരിക്കും. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഒരു യുണീക്ക് ടേസ്റ്റിയായ ഒരു പുലാവാണിത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് സാലഡിൻ്റെ ഒപ്പമോ പപ്പടത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പിക്കിളിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. ഞാനൊരു സാലഡാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇന്നത്തെ ഡിന്നറിന് ഇത് തയ്യാറാക്കിക്കോളൂ. തയ്യാറാക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെ ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണേ. ഈസ്റ്റർ സ്പെഷ്യൽ വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.